ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഹുലിനെ തകർത്തെറിയുക തന്നെയാണ് ചെയ്യുന്നത് രൂപ. തന്റെ ഭർത്താവിനെ തന്നിൽ നിന്ന് എങ്ങനെയാണോ അകറ്റി മാറ്റിയത്, ആ സമയത്ത് എങ്ങനെയാണോ തന്റെ ഭർത്താവിനെ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കിയത്, അതേ രീതിയിൽ തന്നെയാണ് രാഹുലിനെ രൂപ ചെയ്യുന്നത്. അങ്ങനെ രാഹുലിന് സഹിക്കാൻ പറ്റുന്നില്ല. അവനാണെങ്കിൽ വീട്ടിലെത്തിയിട്ടും ഇതേ ഭയങ്കര വൈരാഗ്യത്തോടു കൂടി തന്നെ നിൽക്കുകയാണ്. രൂപയോടൊക്കെ ഭയങ്കര കലിയാണ് വരുന്നത്. എന്തായാലും ഇതിനൊരു തിരിച്ചടി കൊടുക്കണമെന്ന് രാഹുൽ തീരുമാനിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സരയൊക്കെ കൂടെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ അവരോട് ദേഷ്യമുള്ള മറ്റൊരു കൂട്ടരും കൂടി ഉണ്ടല്ലോ, പ്രകാശനും വിക്രം, അങ്ങനെ അവരുടെയും സഹായത്തോടൊക്കെ കൂടി ചേർന്നിട്ട് കുറച്ച് പൈസ ഒക്കെ ഗുണ്ടകൾക്ക് ഏർപ്പാടാക്കിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ കാറിൻ്റെ ഒക്കെ ബ്രേക്കൊക്കെ അഴിച്ചു മാറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല രീതിയിലൂടെയും അവരെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഒരു പ്രാവശ്യം ആ കല്യാണിക്ക് ആ വലിയൊരു അപകടം സംഭവിക്കുകയാണ്. രണ്ടുപേരും കൂടി പോകുന്ന സമയത്ത് കല്യാണിക്ക് വലിയൊരു ആക്സിഡന്റ് സംഭവിക്കുകയും കല്യാണി അവിടെ റോട്ടിൽ മറിഞ്ഞു വീഴുകയും ചെയ്യുകയാണ്. അങ്ങനെ നാട്ടുകാരെല്ലാവരും എടുത്തുകൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ ആക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അറിഞ്ഞു വന്ന ചന്ദ്രസേനനും അതുപോലെ തന്നെ നമ്മുടെ കിരണൊക്കെ ഓടി വന്ന് കരയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചന്ദ്രസേനനാണെങ്കിൽ വീട്ടിലേക്ക് നേരെ പോവുകയാണ്, രാഹുലിന്റെ വീട്ടിലേക്ക്. ഇതിന്റെ പുറകിൽ രാഹുൽ തന്നെയാണെന്ന് കണ്ണുമടച്ച് വിശ്വസിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വേഗം ചെന്നിട്ട് രാഹുലിനെ ഇടിച്ച് പഞ്ഞിക്കിടുന്നുണ്ട്. പ്രകാശനും വിക്രവും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവർക്കുള്ള മറുപടിയും ചന്ദ്രസേനന്റെ വകയായിട്ട് കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ എല്ലാവരെയും പഞ്ഞിക്കിടുന്നുണ്ട്. എന്നാലും കല്യാണിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല. എല്ലാ അപകട നിലയും തരണം ചെയ്ത് അവൾ വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വരികയാണ്. കല്യാണിയും കിരണും നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഇവരുടെ കളികൾ അധികമാവുമ്പോൾ സഹിക്കാൻ പറ്റാതെ സരയുവിനോട് ആ വലിയ സത്യം തുറന്നടിക്കുകയാണ്. മനോഹർ എങ്ങനെയുള്ള ആളാണെന്നുള്ള സത്യം തുറന്നടിക്കുന്നുണ്ട്. അതോടുകൂടി രാഹുലിന്റെ കുടുംബം തകർന്നടിയുകയാണ്. പിന്നെ അവർക്ക് ഒരു ഉയർത്തെഴുന്നേറ്റ് ഇല്ല ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.